ഏതൊക്കെ പ്രമാണികളാണ് പള്ളിക്കാട്ടിലുറങ്ങണത്, എന്തൊക്കെ കിനാവുകളാണ് ആറടി മണ്ണിലൊടുങ്ങിയത്. പെരുമ്പടപ്പ് പുത്തൻപള്ളി ഖബർസ്ഥാന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഖബർ സിയാറത്തിന് വരുന്നവർക്ക് സൗകര്യമായിട്ട് ഒരു മേൽപ്പാലം കൂടി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് 4-5 വർഷം മുമ്പ്. പെരുമ്പടപ്പ് നന്മ ഗ്രൂപ്പാണ് ഇത് സ്പോൺസർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ സിയാറത്തിന് വരുന്നവർക്ക് സുഖമായി കൊണ്ടിട്ട് ഓരോ സെക്ഷനിലേക്കും ഇറങ്ങാനുള്ളൊരു സൗകര്യം ഈ പാലുള്ളത് കൊണ്ട് വലിയൊരു ഉപകാരമാണത്. പടിഞ്ഞാറ് ഭാഗത്തേക്കും പിന്നെ വടക്ക് ഭാഗത്തേക്ക് പോകുന്നത് നേരെ പള്ളിയിലേക്കാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ട് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് നേരെ ഈ ഡോറ് വഴി തന്നെ ഈ പാലം വഴി ഖബർ കുഴിച്ച ഇടങ്ങളിലേക്ക് എത്താൻ കഴിയും. ഈ പാലം വി ബോർഡിലാണ് പണി കഴിപ്പിച്ചത്. അതിൻ്റെ മീതെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് കാണണം, ഇതുവരെ ഒരു കുഴപ്പം കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അതുകൂടാതെ ഇവിടെ 4 സ്പോട്ട് ലൈറ്റ് 50 വാട്ട്സിൻ്റെ അതും കൂടി നമുക്ക് നന്മ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ സ്പോൺസർ ചെയ്തതാണ്. ഏതൊക്കെ പ്രമാണികളാണ് പള്ളിക്കാട്ടിലുറങ്ങണത്. ഇവിടെ ഖബർ സിയാറത്തിന് വരുന്നവർക്ക് സുഖമായിട്ട് ഖബർ സിയാറത്ത് ചെയ്തു പോകാൻ ഈ പാലം വളരെയധികം ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. എന്തൊക്കെ കിനാവുകളാണ് ആറടി മണ്ണിലൊടുങ്ങിയത്, മീസാൻ കല്ലുകൾ പറയും കഥകൾ നാം അറിയുന്നുണ്ടോ, മൈലാഞ്ചി ചെടി ഖബറിനു മേലെ കണ്ണീർ വാർക്കുകയോ. പിന്നെ പുത്തൻപള്ളി കമ്മിറ്റിക്കാർ ഇടയ്ക്കിടെ ഇവിടെയുള്ള കാടും പൊന്തയും ഒക്കെ ഇടയ്ക്കിടെ വെട്ടി വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ഭാഗത്തേക്കും ഇറങ്ങിപ്പോയിക്കൊണ്ട് അവരവരുടെ ഉറ്റവരുടെയും ഉടവരുടെയൊക്കെ ഖബറുകൾ സിയാറത്ത് ചെയ്യാനും എളുപ്പമാണ്. കഥയറിയാതോടും നമ്മെ മാടി വിളിക്കുകയോ, കളിമതിയായി കാര്യം ചെയ്യാൻ നമ്മെ പല പള്ളിക്കാട്ടുകളിലും പല സൗകര്യങ്ങളാണ്. ആളുകൾക്ക് സിയാറത്ത് ചെയ്യാനായിട്ട് ഒരു ഗാർഡൻ പോലെ, ഒരു പൂന്തോട്ടം പോലെ പണി ചെയ്ത് കിടക്കുന്ന പള്ളിക്കാടുകൾ നമുക്ക് കാണാൻ കഴിയും. സിയാറത്തിന് വരുന്നവർക്ക് ഒരു ഭയപ്പാടില്ലാതെ സിയാറത്ത് ചെയ്തു പോകാൻ അത്തരം ഇടങ്ങളിൽ സാധ്യമാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള പാലുള്ള ഖബർസ്ഥാനുകൾ വളരെ കുറവാണ് നമ്മളെ കേരളത്തിൽ. അതുപോലെ പൂഴി നിരത്തിക്കൊണ്ട് മെറ്റൽ നിരത്തിക്കൊണ്ടൊക്കെ ഒരുപാട് ഖബർസ്ഥാനുകൾ കാണാൻ കഴിയാറുണ്ട്. ഖബറിൻ്റെ മീതെ വലിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാതിരിക്കുക, അതിൻ്റെ വേരുകൾ ഇറങ്ങി മറ്റ് ഖബറുകൾ കുഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായി വരും. ചെറിയ ചെടികൾ, മൈലാഞ്ചി പോലുള്ള ചെറിയ ഇലകൾ കൂടുതലുള്ള ചെടികൾ തലക്കാമ്പുറത്തും കാക്കാമ്പുറത്തും മീസാകാലിനോടനുബന്ധിച്ച് വെക്കുക എന്നുള്ളതാണ്. അത് തസ്ബീഹ് ചെല്ലും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അതിൻ്റെ ചെറിയ ഇലകൾ. അപ്പോൾ ഇലകൾ വർദ്ധിക്കും തോറും തസ്ബീഹ് കൂടും. വലിയ ഇലകളുള്ള മരങ്ങൾ, വലിയ പ്ലാവ്, വാവുട്ട, അതുപോലുള്ള പേരക്ക, മാവ്, ചപ്പോട്ട അങ്ങനെയുള്ളതൊക്കെ വെക്കാതിരിക്കലാണ് നല്ലത്. അല്ലാഹുവേ മറക്കല്ലേ, ദുനിയാവ് കൊതിക്കല്ലേ, സുഖജീവിത ലോകം എന്നും ശാശ്വതമെന്ന് കരുത. അൽഹംദുലില്ലാഹ്, എത്രയോ ആളുകൾക്ക് ഭയപ്പാടില്ലാതെ പള്ളിക്കാട്ടിൽ സിയാറത്ത് കഴിഞ്ഞ് പോകാൻ കഴിയുന്നു എന്നത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിലൂടെ കയറി ഓരോരോ ഭാഗത്തേക്കും ആളുകൾക്ക് ഇറങ്ങാൻ കഴിയും. അവരവരുടെ മാതാപിതാക്കൾ, ഉറ്റവരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യാനും കഴിയും. അല്ലാഹുവേ മറക്കല്ലേ, ദുനിയാവ് കൊതിക്കല്ലേ,